CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്കിന്റെ പേരല്ലാതെ മറ്റൊരു പേര് ചർച്ചയ്ക്ക് വന്നില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഐകകണ്ഠേന ഡോക്ടർ തോമസ് ഐസക്കിന്റെ പേര് അംഗീകരിക്കുകയായിരുന്നു. 5 വട്ടം റാന്നി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച രാജു എബ്രഹാമിന്റെ പേരും LDF സ്ഥാനാർത്ഥിയായി നേരത്തെ പരിഗണിച്ചിരുന്നു. CPIM സംസ്ഥാന നേതൃത്വം ഡോക്ടർ തോമസ് ഐസക്കിന് അനുകൂലമായ നിലപാടാണ് എടുത്തത്. പത്തനംതിട്ടയിൽ ഗൗരവമുള്ള സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള പിന്തുണയാണ് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത്, അതിന്റെ നേതാക്കന്മാരിൽ നിന്നുണ്ടാകുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ പ്രവർത്തകർ, നേതാക്കന്മാരുൾപ്പെടെ CPIMുമായിട്ട് സഹകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ തീരുമാനിച്ച് ഇപ്പോഴും ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നത്. അവരെല്ലാം ഞാൻ ഈ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതാണ് ഞങ്ങൾ ഇത്ര നേരം അവിടെ മേലെ ഇരുന്ന് അവരോട് സംസാരിച്ചു കഴിഞ്ഞു. ഇതൊരു വലിയ ആവേശകരമായ സ്ഥിതിയാണ്. പത്തനംതിട്ട പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വലിയ വിജയം നേടുമെന്നുള്ളതിന്റെ ആദ്യത്തെ പ്രഖ്യാപനമാണ് ഇന്നത്തെ ഈ ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്കുള്ള പ്രവേശനം. സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരിക്കുമോ പത്തനംതിട്ടയിൽ? അതൊക്കെ വളരെ ഗൌരവമുള്ള സ്ഥാനാർത്ഥിയായിരിക്കും. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഡോക്ടർ തോമസ് ഐസക് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമാണ്. തിരുവല്ലയിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവ് പരിപാടിയുടെ മുഖ്യ സംഘാടകൻ കൂടിയായിരുന്നു ഡോക്ടർ തോമസ് ഐസക്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തായിരുന്നു LDF. ഇക്കുറി വിജയം മാത്രമാണ് LDF ലക്ഷ്യമിടുന്നത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.